നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവം. പ്രതി സുഗാന്ത് ഇത്രയും കാലം ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം നിർണായകമായൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. സുഗാന്തിൻ്റെ അച്ഛനെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇതോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സുഗാന്തിനെ ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കേസിൽ അച്ഛനും അമ്മയും പ്രതികളല്ല, മറിച്ച് ചോദ്യം ചെയ്യാനാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. തൃശ്ശൂർ ചാവക്കാട് സ്റ്റേഷനിൽ ഹാജരായിരുന്നു അച്ഛനും അമ്മയും. അപ്പോഴാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. പ്രതി സുഗാന്തിനൊപ്പം മാതാപിതാക്കൾ ഒളിവിലായിരുന്നു എന്നാണ് വിവരം. അതായത് ഈ സംഭവങ്ങൾ വന്നതോടെ ഈ സുഗാന്ത് ആരോപണ വിധേയനായതോടെ ഇവർ വീട്ടിൽ നിന്നും മാറിയിരുന്നു. അതായത് അച്ഛനും അമ്മയും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. വീട്ടിൽ പലതവണ പോലീസ് എത്തിയെങ്കിലും ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇത്രയും കാലം സുഗാന്ത് മാതാപിതാക്കൾക്കൊപ്പം ഒളിവിൽ പോയി എന്നായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സുഗാന്തിൻ്റെ മാതാപിതാക്കൾ ഹാജരാവുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി സുഗാന്ത് കീഴടങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ കണ്ടെത്താനാകും. മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിലൂടെ സുഗാന്ത് എവിടെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഈ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും ഈ ആരോപണ വിധേയനായ സുഗാന്തിനെ കണ്ടെത്താനായില്ല എന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് തീർക്കുന്നത്. പേട്ട പോലീസും IBയും ഒന്നിച്ച് അന്വേഷണം നടത്തിയിട്ടും സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനായില്ല എന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾക്കും നയിച്ചിരുന്നു. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് സുഗാന്തിനെതിരെ കേസെടുത്തത്. മാർച്ച് 24-നായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ IB ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ച ഇതാണ് മകളുടെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്ന ആരോപണവുമായി ഈ IB ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ രംഗത്ത് വരികയായിരുന്നു. ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്ത് കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന വിവരങ്ങളടക്കം പോലീസ് കണ്ടെത്തിയതാണ്. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത്. ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് യുവതി ഗർഭചിത്രം നടത്തിയത്. ഇതിനുശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇത് മാനസികമായി IB ഉദ്യോഗസ്ഥയെ അലട്ടിയിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. സുഗാന്തിനെതിരെ IB നേരത്തെ നടപടിയെടുത്തിരുന്നു. കൊച്ചിയിലെ IB ഉദ്യോഗസ്ഥനായിരുന്നു സുഗാന്ത്. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു നടപടിയാണ് IB ഈയിടയ്ക്ക് സ്വീകരിച്ചത്. കാരണം IB ഉദ്യോഗസ്ഥനായിരിക്കെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ IBക്കും കളങ്കമുണ്ടാക്കുകയും ഇത്രയധികം ആരോപണ വിധേയനായൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന ഒരു തീരുമാനം IB സ്വീകരിക്കുകയായിരുന്നു. പെൺകുട്ടിയെ ഇയാൾ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതടക്കമുള്ള തെളിവുകളടക്കമാണ് കുടുംബം ഈ സുഗാന്ത് സുരേഷിനെതിരെ രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറി എന്നത് ഏറ്റവും കുറ്റകരം തന്നെയാണ്. 3.5 ലക്ഷത്തിൻ്റെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് IB ഉദ്യോഗസ്ഥയിൽ നിന്നും. മാത്രമല്ല മറ്റു പല സ്ത്രീകളെയും ഇയാൾ പറ്റിച്ചിരുന്നുവെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ലൈംഗിക ചൂഷണം നടന്നതിൻ്റെ തെളിവുകൾ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും കോടതിയിലും ഈ ഒരു പോലീസ് ഇത്തരത്തിൽ ഈ തെളിവുകളടക്കമാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഒളിവിലിരുന്നു കൊണ്ടും ജാമ്യം നേടാനുള്ള ശ്രമങ്ങൾ സുഗാന്ത് സുരേഷ് നടത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ജാമ്യാപേക്ഷയിൽ ഈ താനും ആ പെൺകുട്ടിയും ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരാണ്, മാത്രമല്ല ഈ ഞങ്ങളുടെ വിവാഹത്തിന് ഒരു ജ്യോത്സ്യനെ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോത്സ്യനെ പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ട ശേഷം ഞങ്ങൾ അകറ്റാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ തനിക്ക് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നതടക്കമുള്ള വാദങ്ങളായിരുന്നു സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മരിച്ചതിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. എന്തായാലും സുഗാന്ത് സുരേഷിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ അംഗീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഈ
ഒരു മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് ശക്തമായ നീക്കം തന്നെയാണ് കോടതിയിലും നടത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രെയിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് മുമ്പും സുഗാന്തിനെ നിരവധി പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഇയാളുടെ പ്രേരണ തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല, ഈ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിൻ്റെ പങ്ക് സംബന്ധിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ പെൺകുട്ടിയുടെ ശമ്പളവും സുഗാന്ത് തട്ടിയെടുത്തതായി പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി 2024 ഒക്ടോബർ മുതൽ ഇയാൾ ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ശമ്പളം ബാങ്കിൽ ക്രെഡിറ്റ് ആയാൽ തൊട്ട് പിറ്റേന്ന് തന്നെ മുഴുവൻ പണവും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. സുഗാന്തും മരിച്ച IB ഉദ്യോഗസ്ഥയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് സുഗാന്തിൽ നിന്നും യുവതി കടുത്ത സമ്മർദ്ദമാണ് നേരിട്ടത്. മാനസിക പീഡനം നേരിട്ടു. IB ഉദ്യോഗസ്ഥരുടെ സുഹൃത്തുക്കൾ, റൂംമേറ്റ്സ് തുടങ്ങി 30ഓളം സാക്ഷികളുടെ മൊഴികളിൽ നിന്നും വ്യക്തമായതായി പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഈ റെയിൽവേ പാളത്തിലൂടെ നടക്കുമ്പോൾ അവസാനമായി സംസാരിച്ചത് സുഗാന്തിനോടായിരുന്നു. എന്താണ് അവസാനമായി സംസാരിച്ചത് എന്ന കാര്യത്തിൽ സുഗാന്തിൽ നിന്ന് മാത്രമേ വ്യക്തത വരികയുള്ളൂ. സുഗാന്തിൽ നിന്ന് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സുഗാന്തിനെ പിടികൂടിയാൽ മാത്രം ചോദ്യം ചെയ്യലിൽ പുറത്തേക്ക് വരേണ്ടുന്ന ഒരുപാട് ഉത്തരങ്ങൾ സുഗാന്തിൻ്റെ പക്കലുണ്ട്. തീർച്ചയായിട്ടും എന്താണ് ഈ അവസാന നിമിഷത്തിൽ ഈ പെൺകുട്ടിയോട് സംസാരിച്ചത്? മാത്രമല്ല, ഈ പെൺകുട്ടി ഈ സുഗാന്തിനോട് സംസാരിക്കുന്നു, ഫോൺ വയ്ക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതിനിടയിൽ സുഗാന്ത് ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ എത്തിയോ എന്നറിയാൻ ഹോസ്റ്റൽ വാർഡനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം ഇവിടെ ശക്തമാണ്. തിരുവനന്തപുരം പേട്ട പോലീസ് ഇൻസ്പെക്ടർ K. പ്രേംകുമാർ ഹൈക്കോടതിയിൽ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വ്യാജ വിവാഹ വാഗ്ദാനം നൽകി സുഗാന്ത് IB ഉദ്യോഗസ്ഥയായ യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ യുവതിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുഗാന്തിനെ പ്രതിയാക്കി FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2024 ഏപ്രിൽ മെയ് മാസത്തിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന പരിശീലന ക്യാമ്പിനിടെയാണ് സുഗാന്തും യുവതിയും തമ്മിൽ സൗഹൃദത്തിലാകുന്നത്. പരിശീലനത്തിന് പിന്നാലെ സുഗാന്തിന് കൊച്ചിയിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും യുവതിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലും നിയമനം കിട്ടി. ഇതിനിടെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ സുഗാന്ത് യുവതിയെ ശാരീരിക ബന്ധത്തിന് ഇരയാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.